നമസ്കാരം. പ്രധാന വാർത്തകൾ. CPIM പഞ്ചായത്ത് അംഗം കോൺഗ്രസിൽ ചേർന്നു. കഠിനംകുളം ഗ്രാമപഞ്ചായത്തിൽ CPIM വനിതാ നേതാവ് കോൺഗ്രസിൽ ചേർന്നു. വെട്ടുതുറയിൽ നിലവിലെ ഗ്രാമപഞ്ചായത്ത് അംഗമായ റീത്ത നിക്സൺ ആണ് കോൺഗ്രസിൽ ചേർന്നത്. റീത്ത നിക്സൺ 2 തവണ CPIM സ്ഥാനാർത്ഥിയായി വിജയിച്ചിരുന്നു. ഭർത്താവ് മരിച്ച ശേഷം പാർട്ടി നേതാക്കളിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതായി അവർ ആരോപിച്ചു. അപവാദ പ്രചരണത്തെക്കുറിച്ച് 2 വർഷം മുമ്പ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും റീത്ത പറഞ്ഞു. 2.5 വർഷമായി പാർട്ടി അംഗത്വം പുതുക്കിയിരുന്നില്ല. 11-കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം, രണ്ടാനച്ഛൻ അറസ്റ്റിൽ. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. കഴിഞ്ഞ മാർച്ച് മുതൽ അതിക്രമം അനുഭവിച്ചു വരികയായിരുന്നുവെന്ന് കുട്ടി ഈസ്റ്റ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പെൺകുട്ടിയുടെ മാതാവ് വീട്ടിലില്ലാതിരുന്ന സമയത്താണ് പ്രതി കുട്ടിയെ ഉപദ്രവിച്ചിരുന്നത്. ഭീഷണിപ്പെടുത്തി 7 മാസത്തോളം തുടരുന്ന ഉപദ്രവം മാതാവിനെ കുട്ടി അറിയിക്കുകയായിരുന്നു. ഇതേ ചൊല്ലി രണ്ടാനച്ഛനും മാതാവും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. ഇതിനുശേഷവും ഇയാൾ കുട്ടിയെ ഉപദ്രവിച്ചിരുന്നതായി പരാതിയിൽ പറയുന്നു. മാതാവിനൊപ്പം കുട്ടി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. സ്വത്ത് തർക്കം, പിതാവിനെ ക്രൂരമായി മർദ്ദിച്ച മകൻ അറസ്റ്റിൽ. കൊടികുത്തുമല സ്വദേശി ഹുസൈനാണ് പിടിയിലായത്. 48 വയസ്സായിരുന്നു. നൊച്ചിമ കൊടികുത്തുമല സ്വദേശി 84-കാരനായ അലിയാരെയാണ് ഇയാൾ മർദ്ദിച്ചത്. ഇരുവരും തമ്മിൽ സ്വത്ത് തർക്കം നേരത്തെയും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ തർക്കം രൂക്ഷമാവുകയായിരുന്നു. മർദ്ദനത്തിൽ പിതാവിന്റെ വിരലുകൾക്ക് പൊട്ടലുണ്ട്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് മർദ്ദന വിവരം അറിയുന്നത്. ആശുപത്രി അധികൃതരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. അറസ്റ്റിലായ ഹുസൈനെ കോടതിയിൽ ഹാജരാക്കും. കൊല്ലത്ത് സഹപ്രവർത്തകയായ പോലീസുകാരിക്ക് നേരെ പോലീസുകാരന്റെ അതിക്രമം, സ്ത്രീത്വത്തെ അപമാനിച്ചതിൽ കേസ്. നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ 6-ാം തീയതി പുലർച്ചെയായിരുന്നു സംഭവം. വിശ്രമമുറിയിലേക്ക് പോയ പോലീസുകാരിക്ക് നേരെയായിരുന്നു ഡെപ്യൂട്ടേഷനിലെത്തിയ പോലീസുകാരന്റെ അതിക്രമം. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ചവറ പോലീസ് കേസെടുത്തു. CPO നവാസിനെതിരെയാണ് കേസെടുത്തത്. കമ്മീഷണർക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് കേസെടുത്തത്. ആര്യ രാജേന്ദ്രനെതിരായ പ്രസ്താവന, രമേശ് ചെന്നിത്തലയെ വിമർശിച്ച് MV ജയരാജൻ. ആര്യ കോഴിക്കോടേക്ക് താമസം മാറ്റുന്നത് നന്നായെന്നും അങ്ങനെയെങ്കിലും പാർട്ടിക്ക് 2 വോട്ട് അധികം കിട്ടട്ടെ എന്ന് കരുതി കാണുമെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രസംഗം. ഇത് തീർത്തും അബദ്ധമായി പോയെന്ന് MV ജയരാജൻ കുറ്റപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടക്കുന്ന ഇടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇവിടെ സ്ഥാനമൊഴിയുന്ന മേയർ ആര്യ രാജേന്ദ്രനെ കേന്ദ്രീകരിച്ചാണ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രചരണം നടക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയോടെ പദവിയിലെത്തിയ ആര്യ രാജേന്ദ്രന്റെ കാലത്ത് നഗരത്തിൽ ദുർഭരണം നടന്നുവെന്നാണ് വിമർശനം. ആര്യ രാജേന്ദ്രൻ കോഴിക്കോടേക്ക് താമസം മാറ്റുന്നുവെന്ന വാർത്ത കൂടി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം കൂടി പരാമർശിച്ചാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പരിഹസിച്ചത്.